എന്തിനാണെന്ന് വെച്ചാൽ ഒരു പരിധിവരെ RH ഇൻകോമ്പാറ്റബിലിറ്റി കൊണ്ടുള്ള ഇഷ്യൂസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പം RH നെഗറ്റീവ് ആയിട്ടുള്ള ഒരമ്മയ്ക്ക് RH പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബേബി ഉണ്ടായി എന്ന് വിചാരിക്കുക. ആദ്യത്തെ പ്രഗ്നൻസിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ അമ്മയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബേബിയുടെ രക്തത്തിലുള്ള റെഡ് ബ്ലഡ് സെൽസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുകയും അത് ഫീറ്റൽ ഡെത്തിന് കാരണമാവുകയും ചെയ്തേക്കാം. അതുകൊണ്ട് നേരത്തെ നമ്മൾ ഈ ഇൻകോമ്പാറ്റബിലിറ്റി ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ RDD ഇഞ്ചക്ഷൻ കൊടുത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫർദർ ഇഷ്യൂസും മെന്റൽ ട്രോമയും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായകമാകും. രണ്ടാമത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം 20 വീക്സിലെ സ്കാനിങ് ആണ്. ബേസിക്കലി ഇത് അനോമാലി സ്കാനിങ് ആണ്. കേരളത്തിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, കാരണം എനിക്ക് അവിടെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ ഇവിടെ നമുക്ക് സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നേരെ ഒരു സ്ക്രീൻ ഉണ്ടാവും. അൾട്രാസൗണ്ട് മെഷീന്റെ സ്ക്രീൻ ഇപ്പോൾ സോണോഗ്രാഫറുടെ നേരെ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ആ സ്ക്രീനിൽ ഓരോ പാർട്സും അവർ നമുക്ക് കാണിച്ച് ഓരോ ഫീച്ചേഴ്സും കാണിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ടൈമാണ്. അതോടൊപ്പം നമുക്ക് ഓൾമോസ്റ്റ് ബേബിയുടെ ജെൻഡർ അറിയാൻ സാധിക്കും. നമ്മുടെ ഡിസിഷൻ ആണ്. നമ്മളോട് ചോദിക്കും, നിനക്ക് ജെൻഡർ അറിയണോ വേണ്ടയോ എന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് അറിയാൻ താല്പര്യമുള്ള പേരൻസ് ആണെങ്കിൽ നമുക്ക് ചോദിക്കാം, അവരപ്പോ പറഞ്ഞു തരും. ഇനി ഈ ജെൻഡർ റിവീലിംഗ് എന്നും പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി ചിലരൊക്കെ ഇപ്പം എല്ലാം നമ്മുടെ ഡിസിഷൻസ് ആണ്, നമ്മുടെ ഹെൽത്ത് ഇൻഫോർമേഷൻസിന്റെ കോൺഫിഡൻഷ്യാലിറ്റി അത് നമ്മളാണ് തീരുമാനിക്കുന്നത്. അപ്പം അമ്മയ്ക്ക് മാത്രം അറിഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് മാത്രമായിട്ട് അവർ പറയും. ഇനി ബയോളജിക്കൽ പാർട്ട്ണറിന് കൂടി അറിയണം, അല്ലെങ്കിൽ ഇപ്പൊ പാർട്ട്ണർ മാത്രം അറിഞ്ഞാൽ മതി, അമ്മയ്ക്ക് അറിയണ്ട, ജെൻഡർ റിവീലിംഗിന് അറിഞ്ഞാൽ മതി, സർപ്രൈസ് ആയിട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും ജെൻഡർ അറിയാൻ സാധിക്കും.